ആഴക്കടലിലെ നിഗൂഢത നിറഞ്ഞ ഒരു നഗരം, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു നഗരമായിട്ട് കൂടി വെള്ളത്തിൽ മുങ്ങിപ്പോയ അറ്റ്ലാന്റിസ്. വർഷങ്ങൾക്ക് മുമ്പ് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി, വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിവിലൈസേഷൻ, വളരെ സ്മാർട്ടായിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള ആളുകൾ, അതായിരുന്നു അറ്റ്ലാന്റിസ്. ഇന്ന് അറ്റ്ലാന്റിസ് എന്ന് പറയുന്നത് വെറും ഒരു മിത്ത് മാത്രമാണ്. കടലിനടിയിൽ പണ്ടങ്ങ് മുങ്ങിപ്പോയ ഒരു നഗരം. ആക്ച്വലി ഇങ്ങനെ ഒരു നഗരമുണ്ടോ? നമുക്കിന്ന് അത് ആഴത്തിൽ പരിശോധിക്കാം. അറ്റ്ലാന്റിസ് നഗരത്തെക്കുറിച്ച് നമ്മൾ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്ന ഒരു പേരാണ് പ്ലേറ്റോ. പ്ലേറ്റോ എന്ന ഗ്രീക്ക് ഫിലോസഫറിൻ്റെ ഇതിനെക്കുറിച്ച് പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, അറ്റ്ലാന്റിസ് എന്ന് പറയുന്നത് വളരെ അഡ്വാൻസ് ടെക്നോളജി യൂസ് ചെയ്യുന്ന ഒരു നഗരമാണ്. അതുപോലെ തന്നെ അവരുടെ ആർക്കിടെക്ചറും വളരെ അഡ്വാൻസ്ഡ് ആണ്. ഇവർ വളരെ പവർഫുൾ ആയിട്ടുള്ള ആളുകളും വളരെ സ്മാർട്ടായിട്ടുള്ള ആളുകളുമാണ്. അങ്ങനെ ഇവരുടെ ഈ നഗരം വളരെ അഡ്വാൻസ്ഡ് ആയിട്ടും വളരെ പവർഫുൾ ആയിട്ടും വളരെ സ്മൂത്ത് ആയിട്ടും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ഇത്രത്തോളം അഡ്വാൻസ്ഡ് ആയിട്ട് വളർന്ന ഈ ഒരു അറ്റ്ലാന്റിസ് എന്ന് പറയുന്ന നഗരത്തിലെ ആളുകൾ വളരെ മോശമായിട്ട് മാറുകയാണ്. ഇവർ ഗ്രീഡി ആകുകയാണ്, ഇവർ മോശക്കാരാകുകയാണ്. അപ്പോഴാണ് ഏതൻസ് ആയിട്ടുള്ള ഒരു ബാറ്റിൽ ഉണ്ടാകുന്നത്. അതിന് ഫലമായിട്ട് ഇവർ തോൽക്കുകയും ഇവരുടെ നഗരം വെള്ളത്തിനടിയിലേക്ക് മുങ്ങിപ്പോവുകയും ചെയ്തതെന്നാണ് നമുക്ക് പ്ലേറ്റോയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഒരു കാര്യത്തിൽ ശാസ്ത്രലോകവും ഹിസ്റ്റോറിയൻസും പറയുന്നത് മറ്റൊരു കാര്യമാണ്. ചിലപ്പോൾ ഇതൊരു ഫേക്ക് ആയിട്ടുള്ള ഒരു ഫിക്ഷണൽ സ്റ്റോറി മാത്രമായിരിക്കാം, പ്ലേറ്റോ തനിക്ക് വേണ്ടി നിർമ്മിച്ചെടുത്ത ഒരു സ്റ്റോറി. ഇതിന് പിന്നിൽ അവർ പറയുന്ന ഒരു മീനിങ് ഇങ്ങനെയാണ്: മനുഷ്യർ പവർഫുൾ ആകുമ്പോൾ, ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആകുമ്പോൾ ചിലപ്പോൾ അവർ മോശക്കാരായി മാറിയേക്കാം. അങ്ങനെയുള്ള ഒരു മനുഷ്യരെ നിലവിളിൽ നടത്തുവാനായിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു സ്റ്റോറിയാണിത്. അതായത് ഇതിൽ നമുക്ക് കാണാൻ കഴിയുന്നത്, അറ്റ്ലാന്റിസിലെ ആളുകൾ മോശക്കാരാകുമ്പോൾ അവർ ദൈവം ശിക്ഷിക്കുന്നതാണത്രേ ഇവരുടെ നഗരം വെള്ളത്തിലേക്ക് മുങ്ങിപ്പോകുന്നത്. സോ ഈ ഒരു ഗുണപാഠം നമ്മൾ എടുത്തുകൊണ്ട് നമ്മൾ അഡ്വാൻസ്ഡ് ആകുമ്പോൾ നമ്മൾ മോശക്കാരാകരുത് എന്നുള്ളൊരു മോറലായിട്ടുള്ള സ്റ്റോറി പറയാനായിട്ട് പ്ലേറ്റോ ഉണ്ടാക്കിയെടുത്തൊരു കഥ മാത്രമായിരിക്കുമെന്നാണ് ശാസ്ത്രജ്ഞർ ഇതിനെക്കുറിച്ച് പറയുന്നത്. ഈ ഒരു നഗരത്തിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ അല്ലെങ്കിൽ ഒരു എക്സാക്ട് ഒറിജിൻസ് നമ്മൾ നോക്കുമ്പോൾ ഏതാണ്ടൊരു കണക്ക് വെച്ച് ഈജിപ്ഷ്യൻ റെക്കോർഡ്സ് തപ്പുമ്പോൾ കിട്ടുന്നത് ഇങ്ങനെയാണ്: ഐലൻഡ് ഓഫ് തേറ, ഗ്രീസിലുള്ള ഐലൻഡ് ഓഫ് തേറയിലെ 1500 BC സംഭവിച്ച ഒരു വോൾക്കാനിക് ഇറപ്ഷൻ, അതിൻ്റെ ഭാഗമായിട്ട് ആയിരിക്കാം ചിലപ്പോൾ ഇങ്ങനെയുള്ള ഒരു നഗരം മുങ്ങിപ്പോയതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. എന്നിരുന്നാലും ഇതിനെ ചുറ്റിപ്പറ്റി ഒരു കാര്യം കൊണ്ടുണ്ട്, അത് ഞാൻ ഉടനെ പറയുന്നതായിരിക്കും. അപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, പ്ലേറ്റോ പറഞ്ഞിരിക്കുന്നത് ഈ സ്ഥലം ബിയോണ്ട് ദ പില്ലേഴ്സ് ഓഫ് ഹെർക്കുലീസ് എന്നാണ്. അതായത് ഹെർക്കുലീസിൻ്റെ ഒരു പില്ലേഴ്സിനേക്കാളും ദൂരെയാണ്, അല്ലെങ്കിൽ നമുക്ക് എവിടെയാണെന്ന് എക്സാക്ട്ലി പറയാൻ പറ്റാത്ത അത്രയും ദൂരെയാണ് ഈ അറ്റ്ലാന്റിസ് സ്ഥിതി ചെയ്യുന്നതെന്നാണ് പ്ലേറ്റോ പറഞ്ഞിരിക്കുന്നത്. ശാസ്ത്രലോകവും ഹിസ്റ്റോറിയൻസും കുറേ വർഷമായിട്ട് ശ്രമിക്കുന്ന ഒരു കാര്യമാണ് അറ്റ്ലാന്റിസ് കണ്ടുപിടിക്കാനായിട്ട്. പക്ഷേ ഇവർക്ക് ഇതുവരെയായിട്ടും ഇതെവിടെയാണെന്ന് കൃത്യം കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ചില തുമ്പുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. എക്സാക്ട്ലി എവിടെയാണെന്ന് അറിയില്ലെങ്കിലും ചില സ്ഥലങ്ങളൊക്കെ ഇതുമായിട്ട് സിമിലാരിറ്റി ഉള്ളതുകൊണ്ട് തന്നെ ചില സ്ഥലങ്ങളൊക്കെ അറ്റ്ലാന്റിസ് ആണെന്നൊക്കെ ചില സയൻറ്റിസ്റ്റുകൾ കരുതുന്നുണ്ട്. അവിടെയും കുഴപ്പം ഇതാണ്: ഒരു കൂട്ടർ പറയുന്നു ഇത് മെഡിറ്ററേനിയൻ സീലാണെന്ന്, മറ്റു കൂട്ടർ പറയുന്നു ഇത് അറ്റ്ലാന്റിക് സീലാണെന്ന്, മറ്റു കൂട്ടർ പറയുന്നു ഇത് ബ്ലാക്ക് സീലാണെന്ന്. അവിടെയും പ്രശ്നങ്ങളാണ്. എവിടെയാണെന്ന് എക്സാക്ട്ലി ആർക്കും അറിയില്ല. ഇവിടെ ഞാൻ നേരത്തെ പറയാമെന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അത് മറ്റൊന്നുമല്ല, മിനോവൻ സിവിലൈസേഷൻ. നേരത്തെ ഞാൻ പറഞ്ഞ ഐലൻഡ് ഓഫ് തെര, ഗ്രീസിലെ അവിടുത്തെ വോൾക്കാനിക് എറപ്ഷൻ ഉണ്ടായ കാര്യം ഞാൻ പറഞ്ഞല്ലോ. അവിടുത്തെ ഒരു ഭാഗമായിരുന്നു ഈ മിനോവൻ സിവിലൈസേഷൻ. ഇവരും അറ്റ്ലാന്റിസ് തമ്മിലുള്ള ഒരു സിമിലാരിറ്റി ഞാൻ പറയാം. അറ്റ്ലാന്റിസ് എന്ന് പറഞ്ഞാൽ ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിരുന്നു. അതുപോലെ തന്നെ മിനോവൻ സിവിലൈസേഷൻ ആർട്ടിൻ്റെ കാര്യത്തിൽ അഡ്വാൻസ്ഡ് ആയിരുന്നു. അവരുടെ പോട്ടറി, സീലുകൾ, അവിടുത്തെ ശില്പങ്ങളൊക്കെ നല്ല ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള, നല്ല വാല്യൂബിൾ ആയിട്ടുള്ള ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. അപ്പം അവരുടെ ടെക്നോളജി ആണെങ്കിൽ ഇവിടെ ആർട്ടാണ്. സോ ശാസ്ത്രലോകത്തിൽ ചിലർ പറയുന്നത് മേ ബി ഒരു പക്ഷേ ഈ മിനോവൻ സിവിലൈസേഷൻ ആയിരിക്കാം അറ്റ്ലാന്റിക് സിവിലൈസേഷൻ എന്നാണ്. ആ ഒരു ഐലൻഡ് ഓഫ് തെരയിലെ വോൾക്കാനിക് ഇറപ്ഷൻ അവിടുത്തെ ട്രേഡ് റൂട്ട്സിനെ നശിപ്പിച്ചിരുന്നു. അപ്പോൾ അതും ഒരു കാരണമായിട്ടായിരിക്കാം ഈ മിനോവൻ സിവിലൈസേഷൻ നശിച്ചതും. അപ്പോൾ അതിന് സിമിലാരിറ്റീസ് എടുത്തിട്ട് അറ്റ്ലാന്റിസ് എന്ന് പറഞ്ഞ നഗരം മിനോവൻ സിവിലൈസേഷൻ ആയിരിക്കാം എന്നൊരു നിഗമനത്തിൽ ശാസ്ത്രലോകം എത്തിയത്. എങ്കിലും ഇതിലും ഉറപ്പൊന്നുമില്ല. നേരത്തെ പറഞ്ഞ പോലെ ഇതെവിടെയാണെന്ന് ഇപ്പോഴും ആർക്കും അറിയില്ല. അങ്ങനെ ഇന്നും ലോകത്തിൽ ആർക്കും എവിടെയാണെന്ന് അറിയാത്തൊരു നഗരമായിട്ട് അറ്റ്ലാന്റിസ് നിൽക്കുമ്പോഴും ഈ അറ്റ്ലാന്റിസ് എന്ന് പറയുന്ന പേര് വളരെ ഫേമസ് ആണ്. പോപ്പ് കൾച്ചറിലും സിനിമകളിലും കഥകളിലും സീരീസുകളിലും എല്ലായിടത്തും നമുക്ക് അറ്റ്ലാന്റിസിനെ കുറിച്ച് കാണാൻ കഴിയും. അക്വാമാൻ എന്ന് പറഞ്ഞ സിനിമയിൽ നമ്മൾ കണ്ടതാണ്. അതുപോലെ പല സ്ഥലങ്ങളിൽ ലിറ്ററേച്ചറിലൊക്കെ നമുക്ക് ഒരുപാട് കാണാൻ കഴിയും അറ്റ്ലാന്റിസ്. അതായത് ഈ ഹിസ്റ്ററിയിൽ നമുക്ക് ഇതിനെക്കുറിച്ച് എവിടെയാണ് അല്ലെങ്കിൽ എവിടെ സ്ഥിതി ചെയ്യുന്നതെന്ന് അറിയാൻ കഴിഞ്ഞില്ലെങ്കിലും കൾച്ചറലി അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് ലോകത്ത് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അറ്റ്ലാന്റിസ് എന്ന് പറയുന്നത്. അതുപോലെ അറ്റ്ലാന്റിസിൻ്റെ ലെഗസിയിൽ ഞാൻ മറ്റൊരു കാര്യം പറയട്ടെ. ഒരുപക്ഷെ ചിലപ്പോൾ നമ്മുടെ നാടും നമ്മുടെ നഗരവും നമ്മുടെ രാജ്യവും
വർഷങ്ങൾക്ക് ശേഷം അറ്റ്ലാന്റിസ് പോലെ ആരും അറിയാത്തൊരു പ്രയോജനകരമായി മാറിയേക്കാം. അങ്ങനെ മാറാതിരിക്കട്ടെ പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോയിൽ ഞാൻ കാര്യങ്ങൾ അവതരിപ്പിച്ചത് വളരെ വ്യക്തമായിട്ടാണെന്ന് പ്രതീക്ഷിക്കുന്നു. തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയിൽ തെറ്റുകളൊക്കെ തിരുത്തുന്നതായിരിക്കും. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ കമൻറ്റ് രേഖപ്പെടുത്തുക. കമൻറ്റിൽ ഞാൻ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. സോ താങ്ക് യു സോ മച്ച് ഗൈസ്.